ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ വേൾഡ് ഹിസ്റ്ററിയാണ്, പിന്നുള്ള 3ാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്സ് ആണ്. 4 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അതിൽ 6ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ ബിഫോർ ഇൻഡിപെൻഡൻസും 7ാമത്തെ ചാപ്റ്ററിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത് അല്ലേടാ. അപ്പോൾ അതിൽ ആ 7ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ്. നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ടെങ്കിലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഇത് ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പൊ ഇതിന്ന് പ്രീവിയസ് ചോദിച്ചേക്കുന്നതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് പ്രോബ്ലം ഇതിനകത്ത് നിന്നുള്ള നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എസ്എ ക്വസ്റ്റ്യൻ മാത്രമല്ല, 2 മാർക്കിനോ 3 മാർക്കിനോ 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം. അതായത് 2 മാർക്ക് മുതൽ എസ്എ ക്വസ്റ്റ്യനായ 6 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഏത് പാഠത്തിൽ നിന്ന് വരാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. അപ്പൊ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മെൻഷൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് മേക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിന്റെ പശ്ചാത്തലം എഴുതുക. ഇന്ത്യ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത്, ആ രൂപീകരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതാനാണ് ചോദ്യം. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ എന്തൊക്കെ എഴുതണം, ദി ക്യാബിനറ്റ് മിഷൻ അണ്ടർ ബ്രിട്ടീഷ് rule had proposed to form a constituent assembly. എന്താ, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം, ബ്രിട്ടീഷ് ഭരണത്തിലെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. എന്താ, ഇൻ 1946 ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫോംഡ് വിത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ചെയർമാൻ. എന്താ, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇനി ഡോക്ടർ അംബേദ്കർ വാസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നുണ്ട്, അല്ലെ, ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ചെയർമാനായിട്ട് വന്നത് ആരാ, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നമ്മുടെ അംബേദ്കർ ആണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ശില്പി, ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ അംബേദ്കർ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ദി കമ്മിറ്റി ഡ്രാഫ്റ്റഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ എ സീരീസ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്. ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ, ഒരുപാട് വാദപ്രതിവാദങ്ങളും ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷം നമ്മുടെ ഭരണഘടന രൂപീകരിച്ചു. ഇനി ഭരണഘടന നിലവിൽ വന്നത് എന്നാ, ജനുവരി 26, 1950. ജനുവരി 26, 1950 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു, നിലവിൽ വന്നു. അപ്പോ ഇതൊരു 3 മാർക്കിന്റെ ചോദ്യം. ഇതിങ്ങനെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം മക്കളെ, പഠിച്ചു വെച്ചേക്കണം. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അടുത്തതാണ് റോൾ ഓഫ് മേജർ ഡാംസ് ഇൻ മോഡേണൈസിംഗ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യയിലെ സാമ്പത്തിക രംഗം ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി, ആധുനികവൽക്കരിക്കുന്നതിൽ വൻകിട അണക്കെട്ടുകൾ, ഡാമുകൾ വഹിച്ച പങ്ക് എന്തെല്ലാം. ഇത് മക്കളെ നിങ്ങൾക്ക് 2 മുതൽ 3 മാർക്കിന്റെ ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്കിനോ 3 മാർക്കിനോ ആയിരിക്കും മക്കളെ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. ഒന്നില്ലെങ്കിൽ 2 മാർക്ക്, അല്ലെങ്കിൽ 3 മാർക്ക്. ഇത്ര എഴുതാനുള്ളൂ, 3 പോയിന്റ് എഴുതാനുള്ളൂ. എന്താ, there were our primary source of irrigation and electricity. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡാമുകളാണ് നമ്മുടെ ജലസേചനത്തിന്റെയും വൈദ്യുതിയുടെയും പ്രൈമറി സോഴ്സ്. പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ ജലം, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ജലവും നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്, നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഡാമുകളിൽ നിന്നാണ്. ഡാമുകളിലെ വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം ഒഴുക്കി വിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ആ വെള്ളം കെട്ടി നിർത്തി അത് ഒഴുകി വിട്ടുമ്പോഴാണ് നമ്മൾ ടർബൈൻ കറക്കി കറണ്ട് ഉണ്ടാക്കുന്നതും നിങ്ങളൊക്കെ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമുക്കറിയാം, ഡാമുകളാണ് ഇറിഗേഷന്റെയും ഇലക്ട്രിസിറ്റിയുടെയും പ്രൈമറി സോഴ്സ്, പ്രാഥമിക ഉറവിടം അതാണ് നമുക്കറിയാം. ഓക്കെ, ഇനി ബക്രാനങ്കൽ പ്രോജക്ട്, ദി ലാർജസ്റ്റ് മൾട്ടിപർപ്പസ് പ്രോജക്ട് ഇൻ അവർ കൺട്രി ഈസ് ദ പ്രൈഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ ഡാമാണ് ഇത്, ബക്രാനങ്കൽ പ്രോജക്ട്. അപ്പൊ ഈ ബക്രാനങ്കൽ പദ്ധതി ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു അഭിമാനമാണ് അല്ലേടാ.
ഓക്കെ, അടുത്തതാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ബൂസ്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇന്ത്യ. ഇന്ത്യയിൽ കൃഷി അല്ലെങ്കിൽ ജലസേചനത്തിനുള്ള സൗകര്യം വർദ്ധിച്ചതോടെ കൃഷി വികസിച്ചു എന്നുള്ളത് നമുക്കറിയാം, നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മുതൽ 3 മാർക്ക് വരെ കിട്ടും. ഈ ഒരു ചോദ്യം 2 മുതൽ 3 മാർക്ക് വരെ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം പല കുട്ടികളും ഈ ചോദ്യമൊക്കെ വിട്ടുകളയുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതും ചോദിക്കാൻ പോകുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊരിക്കലും മക്കളെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. ഓക്കെ, അടുത്തതാണ് ഹു സൈൻഡ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് വിത്ത് ജവഹർലാൽ നെഹ്റു, റൈറ്റ് എനി ഓഫ് 2 പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. ജവഹർലാൽ നെഹ്റുവുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരാണ്? ഏതെങ്കിലും 2 പഞ്ചശീല തത്വങ്ങൾ എഴുതാൻ. നമുക്കറിയാം പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചതാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ആരായിരുന്നു? ചൗ എൻ ലായിയുമാണ് എന്ത് ചെയ്തത്? ഈ കരാറിൽ ഒപ്പുവെച്ചത്. ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് ഏത്? പഞ്ചശീല തത്വങ്ങൾ അഥവാ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. അതില ഏതെങ്കിലും 2 പ്രിൻസിപ്പിൾസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കണം. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഒന്ന് മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതിരിക്കുക. ഇന്ത്യ ചൈനയെയും ചൈന ഇന്ത്യയെയും പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? ആക്രമിക്കാൻ പാടില്ല. അടുത്തത് ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്, പരസ്പര സഹായവും സഹകരണവും പുലർത്താം. ഓക്കെ, 2 പേർക്കും ഗുണമുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്കും ചൈനക്കും പരസ്പരം സഹായവും സഹകരണവും ഉണ്ടായി കഴിഞ്ഞാൽ 2 പേർക്കും ഗുണകരമാവുമെങ്കിൽ സഹകരിക്കണോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. 2 രാജ്യങ്ങൾക്കും ഗുണമുണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യുക? പരസ്പരം സഹകരിച്ച് മുന്നോട്ടേക്ക് പോവാന്നുള്ളതും പഞ്ചശീല തത്വങ്ങളിൽ പറഞ്ഞതാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേടാ? അപ്പോ ഇത് എഴുതിയാൽ തന്നെ ഒരു 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതേപോലെ ചോദിക്കുള്ളൂ, എല്ലാം ചോദിക്കൊന്നുമില്ല. ഏതെങ്കിലും 2 പഞ്ചശീല തത്വങ്ങൾ എഴുതാനൊക്കെ ആയിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ? ലയനക്കരാർ എന്ത്? നെയിം ദി പേഴ്സൺസ് ഹു പ്രപ്പോസ്ഡ് ഇറ്റ്. ആരൊക്കെ ചേർന്നാണ് ലയനക്കരാർ മുന്നോട്ടേക്ക് വെച്ചതെന്നാണ് ചോദ്യം. നമുക്കറിയാം ലയനക്കരാർ എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു കരാർ, ഒരു ഉടമ്പടിയാണ് എന്ത്? ലയനക്കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ. അത് പ്രകാരം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? According to the instrument of accession, princely state had to transfer their control over defense, external affairs and information and communication. എന്തൊക്കെയാ? 3 കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന് കൈമാറണം. എന്തൊക്കെയാ? ഡിഫൻസ് അഥവാ പ്രതിരോധം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യം, ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം. ഇതിന്റെ 3ന്റെയും ഉത്തരവാദിത്വം നാട്ടുരാജ്യങ്ങൾ ആർക്ക് കൈമാറണം? ഇന്ത്യൻ സർക്കാരിന് കൈമാറണം, ഇന്ത്യൻ ഗവൺമെന്റിന് കൈമാറണം. അങ്ങനെ ഇത് ഇന്ത്യൻ ഗവൺമെന്റിന് കൈമാറിക്കഴിഞ്ഞിട്ട് അവർ അപ്പോൾ എന്തിന്റെ ഭാഗമായിട്ട് മാറി? ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് ഈ നാട്ടുരാജ്യങ്ങൾ മാറും. ഇനി അത് തയ്യാറാക്കിയത് ആരൊക്കെയാ? സർദാർ വല്ലഭായ് പട്ടേലും ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ്. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നാണ് എന്ത് തയ്യാറാക്കിയത്? ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അഥവാ ലയനക്കരാർ തയ്യാറാക്കിയത്. അതങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കും. ലയനക്കരാർ തയ്യാറാക്കിയത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. ഈ VP മേനോൻ ആരാ? ഒരു മലയാളിയായിരുന്നു. മലയാളിയായിട്ടുള്ള VP മേനോൻ. ഓക്കെ, അടുത്ത ചോദ്യം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനർരൂപീകരണത്തെ പറ്റി ഒരു കുറിപ്പ് എഴുതാനായിട്ട് ഒരു ചോദ്യം വന്നേക്കാം. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയാലും അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയാലും അത് വന്നേക്കാം. അപ്പോ എത്ര വന്നാലും ഇതൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. സിമ്പിൾ ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എഴുതേണ്ടത്? ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം? അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും? പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. There were demands in different parts of India for the formation of state on based on language. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർരൂപീകരിക്കാനുള്ള ആവശ്യം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇനി എന്താ? In 1920 the Nagpur session of Indian National Congress 1920 കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനം ഡിസൈഡഡ് ടു ഫോം ഇറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. അതിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റികൾ ഭാഷാ അടിസ്ഥാനത്തിൽ പുനർരൂപീകരിക്കാൻ തീരുമാനിച്ചു. പോട്ടി ശ്രീരാമലു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്, നമ്മൾ നോക്കണം. പോട്ടി ശ്രീരാമലു സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ഫോർ ദി സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്
ഫോർ തെലുങ്കു സ്പീക്കിംഗ് പീപ്പിൾ. എന്തിനു വേണ്ടിയാ? പോട്ടി ശ്രീരാമുലു എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി നിരാഹാര സമരം ആരംഭിച്ചു. എന്തിനു വേണ്ടിയാ അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചത്? ആള് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണം, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പോട്ടി ശ്രീരാമുലു എന്ത് ചെയ്തത്? നിരാഹാര സമരം ആരംഭിച്ചത്. അങ്ങനെ 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം ആര് മരണപ്പെട്ടു? പോട്ടി ശ്രീരാമുലു മരണപ്പെട്ടു. അങ്ങനെ അതോടുകൂടി സമരം വീണ്ടും ശക്തമായി. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള സമരം വളരെ 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 ശക്തിപ്പെട്ടു. ഒടുവിൽ 1953 in 1953 സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് വാസ് ഫോംഡ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ആര് രൂപീകരിച്ചു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ചു. പിന്നീട് പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും സംസ്ഥാനങ്ങളെ ഒരേ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർരൂപീകരിക്കാനും വേണ്ടി ഇന്ത്യൻ സർക്കാർ അന്നൊരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി. ആ കമ്മിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി. ആ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയത് ആരാണ് മക്കളെ? ഫസൽ അലിയാണ്. ആരാടാ? ഫസൽ അലി ചെയർമാനും അതുപോലെ HN കുൻസ്രുവും മലയാളിയായിട്ടുള്ള KM പണിക്കരും മറ്റ് അംഗങ്ങളുമായിട്ടുള്ള ഒരു 3 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. ആ 3 അംഗ കമ്മിറ്റിയിൽ ഫസൽ അലി ചെയർമാൻ, HN കുൻസ്രുവും മലയാളിയായിട്ടുള്ള KM പണിക്കരും കമ്മിറ്റി അംഗങ്ങൾ. ഫസൽ അലി ചെയർമാൻ, HN കുൻസ്രുവും KM പണിക്കരും മലയാളിയായിട്ടുള്ള KM പണിക്കരും ആ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായിരുന്നു. ഇനി പാർലമെന്റ് പാസ്ഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഇൻ 1956. അങ്ങനെ ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർരൂപീകരിക്കാനായി സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് 1956 പാസ്സാക്കി. എന്നാണ് പാസ്സാക്കിയത്? 1956. ഇപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു നാഷണൽ ക്യാപിറ്റലായ ഡൽഹിയുമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനം, 8 കേന്ദ്രഭരണ പ്രദേശം, നാഷണൽ ക്യാപിറ്റലായി ഡൽഹിയും ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോ ഇതങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ 4 മാർക്കിനാണെങ്കിൽ 4 മാർക്ക്, 6 മാർക്കിനാണെങ്കിൽ 6 മാർക്ക് കണ്ണും പൂട്ടിട്ട് ടീച്ചർമാരിട്ട് തരും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കണ്ണും പൂട്ടിട്ട് തരും. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. വളരെ ഷോർട്ടാണ്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതൊന്ന് കേട്ട് വെച്ചാൽ ഒരു കഥ പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ കൂടുതൽ കാണാപ്പാടൊന്നും പഠിക്കണ്ട. ഒരു കഥ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ലേടാ? ഓക്കെ, അപ്പോ അതിന്റെ മലയാളമാണ് തന്നേക്കുന്നത്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളം തന്നേക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. അപ്പൊ അടുത്തയിലേക്ക് പോവാം. ഓക്കെ, അടുത്തതാണ് ഐഡന്റിഫൈ ദി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഫൗണ്ടഡ് ഇൻ ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇന്ത്യ ആരംഭിച്ച അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ്, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാം? മാച്ച് ദി ഫോളോയിങ് ചോദിക്കും. മാച്ച് ദി ഫോളോയിങ് ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, ഒന്നാമത്തത് ഭിലായ്. ഭിലായ് ആരെ സഹായത്തോടെയാ? സോവിയറ്റ് യൂണിയൻ. ഇനി ബൊക്കാറോ. ബൊക്കാറോ ഉണ്ടാക്കാൻ സാധിച്ചത് ആരാ? സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല. റൂർക്കേല ജർമ്മനി. റൂർക്കേലക്ക് ഒരു ആറുണ്ട്, ജർമ്മനിക്ക് ഒരു ആറുണ്ട്. RR. അപ്പൊ റൂർക്കേല ജർമ്മനി. റൂർക്കേല ജർമ്മനി. ഓക്കെ, റൂർക്കേല ജർമ്മനി. ബിലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. ഇനി ദുർഗാപൂർ ബ്രിട്ടൻ. ദുർഗാപൂർ ആരാടാ? ബ്രിട്ടൻ ആണ്. ദുർഗാപൂർ തുടങ്ങിയാൻ സാധിച്ചത് ആരാ? ബ്രിട്ടൻ ആണ്, ഇംഗ്ലണ്ട് ആണ്. ഇപ്പൊ ഇതങ്ങോട്ട് പഠിക്കുക. ചിലപ്പോൾ ഒരു മാച്ച് ദി ഫോളോയിങ് ഇവിടെ നിന്ന് വന്നേക്കാം. മാച്ച് ദി ഫോളോയിങ്ങോ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് പോലെ വൺ വേർഡ് ആയിട്ടോ ഇതൊരു ചോദ്യം ഇടക്കിടക്ക് വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അത് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്തതാണ് റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർദ്ദേശങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാം? മക്കളെ ശ്രദ്ധിക്കുക. 4 മാർക്കിന്റെ ഒരു ചോദ്യമാടാ. 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാം? ആ ഒരു ചോദ്യം ചോദിക്കും. നമുക്ക് നോക്കാം. ഒന്നാമതാണ് ഫോക്കസിംഗ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. എന്തിനൊക്കെയാടാ? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിനും എന്ത് ചെയ്യണം? പ്രാധാന്യം നൽകണം. രണ്ടാമത്തതാണ് ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കാം. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി വികസിപ്പിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ് പദ്ധതി തുടങ്ങി വെക്കാം. ഇനി സ്റ്റാർട്ടിംഗ് നവോദയ വിദ്യാലയാസ് ഇൻ എവറി ഡിസ്ട്രിക്ട്.
ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കണം. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും എന്താരംഭിക്കണം? നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കണം. അതുപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. എൻകറേജ് ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം എന്നുള്ളതും എന്തിന്റെ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ എന്തിന്റെ നിർദ്ദേശമായിരുന്നു? ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം 1986 ഇന്ത്യൻ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോ അതങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? നോക്കി വെച്ചേക്കണം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. 4 മാർക്കൊക്കെ വളരെ 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 സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ചോദ്യം. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം. അടുത്തതാണ് മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാം? ഇതും ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇതും മക്കളെ ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അത് അങ്ങോട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കാം. വളരെ സിമ്പിൾ ആണ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ പോയിന്റ്സ് ആണ്. അപ്പൊ ആരും ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. കുറെ കുട്ടികളുടെ ഇതൊക്കെ ലാസ്റ്റ് പഠിക്കാൻ കാരണം വിട്ട് കളയുന്ന പിള്ളേരുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ ലാസ്റ്റ് അത് പഠിക്കാനും പറ്റൂല. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത്. പഠിച്ചു പോകുമ്പോൾ അങ്ങോട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കൂ. 4 മാർക്കിന് ചോദിക്കും. വളരെ സിമ്പിൾ ആണ്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ പോയിന്റ്സ് ആണ്. അപ്പൊ അതങ്ങോട്ട് എന്ത് ചെയ്തേക്കണം? നിങ്ങൾ മര്യാദ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ തന്നെ അതങ്ങോട്ട് മെനക്ക് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ഒന്നാമത്തത് റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. നമുക്കറിയാം കൊളോണിയലിസം കോളനിവൽക്കരണം, ഇംപീരിയലിസം സാമ്രാജ്യത്വം. ഇത് രണ്ടും നമ്മൾ 2ാമത്തെ പാർട്ടിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോ ഇതിനെ രണ്ടിനെയും എതിർക്കുക. കൊളോണിയലിസം കൊളോണിയൽ വ്യവസ്ഥയെയും സാമ്രാജ്യത്വം ഇംപീരിയലിസത്തിനെയും എന്ത് ചെയ്യണം? എതിർക്കണം. അടുത്തത് ഹോസ്റ്റിലിറ്റി ടു റേസിസം. റേസിസം ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കൂടുതലായിട്ട് ഡെഫിനേഷൻ ഒന്നും വേണ്ട. ഈ റേസിസത്തോടുള്ള വിരോധം, വംശീയവാദത്തോടുള്ള വിരോധം. അടുത്തതാണ് ട്രസ്റ്റ് ഇൻ UNO. UNO എന്താണ്? ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഐക്യരാഷ്ട്രസഭയെ വിശ്വസിക്കുക. ഓക്കെ. അടുത്തതാണ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. സമാധാനപരമായ സഹവർത്തിത്വം. സമാധാനത്തോടെ മറ്റുള്ള രാജ്യങ്ങൾ ഒരു കാര്യമില്ലാണ്ട് കയറി ചൊറിഞ്ഞ് ആക്രമണം ഉണ്ടാക്കാതെ, യുദ്ധം ഉണ്ടാക്കാതെ സമാധാനത്തോടെ എല്ലാ രാജ്യങ്ങളോടും എന്ത് ചെയ്യുക? പെരുമാറാം. സമാധാനപരമായ സഹവർത്തിത്വം. അടുത്തതാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞൊരു ക്വസ്റ്റ്യാണ്. തൊട്ട് മുമ്പേ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചതാണ് അല്ലേ? അപ്പോ ആ പഞ്ചശീല തത്വങ്ങൾ അംഗീകരിക്കാം. ആ പഞ്ചശീല തത്വങ്ങൾ അംഗീകരിക്കണം. അടുത്തത് എന്താടാ? പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്. ഇതും നമ്മൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചതാ. എന്താ നോൺ അലൈൻമെന്റ്? ചേരിചേരായ്മ. ചേരിചേരായ്മ അംഗീകരിക്കുക, അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം അംഗീകരിക്കാം. അപ്പോ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കാം. വളരെ സിമ്പിൾ ആണ്. 4 മാർക്ക് പെട്ടെന്ന് കിട്ടോടാ. അപ്പൊ ഒരിക്കലും ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. ഇതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. വളരെ 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 സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? നോക്കി വെച്ചേക്കാം. ഓക്കെ. അടുത്തതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എസ് എ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എസ് എ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാം? അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാം? നമുക്കറിയാം, ടെക്നോളജി ആൻഡ് ടെക്നോക്രാറ്റ്സ് ഹാവ് പ്ലേഡ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വികസനത്തിൽ വലിയ വലിയ പങ്ക് വഹിച്ചത് ആര്? ടെക്നോളജി, സാങ്കേതിക വിദ്യയും സാങ്കേതിക വിദഗ്ധരും, ടെക്നോക്രാറ്റ്സും. ഇനി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നെഹ്റു ഇന്ത്യ മേഡ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അല്ലേ? നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നെഹ്റു ഒരുപാട് പദ്ധതികൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വികസനത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, നെഹ്റുവിന്റെ നേതൃപാടവത്തിന് കീഴിൽ ഇന്ത്യ വലിയൊരു മുന്നേറ്റം ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. ഇനി എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക വികസനത്തിനായിട്ട് ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് CSIR, ICAR, ICMR. ഏതൊക്കെയാടാ? CSIR, ICAR, ICMR. ഇതിന് 3നെ ഫുൾ ഫോം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫുൾ ഫോം വേണമെന്നില്ല, നിങ്ങൾ ഇത്രയായാലും പഠിച്ചാൽ മതി. CSIR, ICAR, ICMR. ഇനി ഹോമി ജഹാംഗീർ ബാബ ആൻഡ് SN ഭട്നാഗർ ഹെൽമഡ് ദി പ്രോജക്ട്സ് ഓഫ് CSIR. ഈ CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന ഈ CSIR രൂപീകരിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാ? ഹോമി ജഹാംഗീർ ബാബ അഥവാ HJ ബാബയും SN ഭട്നാഗറുമാണ്. ആരൊക്കെയാടാ? ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറും ചേർന്നിട്ടാണ് CSIR രൂപീകരിക്കുന്നത്. ഇനി HJ ബാബ വാസ് ദി ഹെഡ് ഓഫ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ. ഇന്ത്യൻ ആറ്റോമിക് എനർജി
കമ്മീഷൻ. അതായത് നമ്മുടെ ഈ HJ ബാബ എന്ന് പറയുന്നത് ചില്ലറ പുള്ളി ഒന്നും ആയിരുന്നില്ല. പുള്ളി വലിയ വലിയ പദവിയിലിരുന്ന വലിയൊരു സയന്റിസ്റ്റാ. പുള്ളി എന്തായിരുന്നു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഹെഡ് ആയിരുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ തലവൻ, ഹെഡായിരുന്നു ആര്, നമ്മുടെ HJ ബാബ. അതുപോലെ തന്നെ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെയും തലവനായി ആര് പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മുടെ HJ ബാബ പ്രവർത്തിച്ചിട്ടുണ്ട്. ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? HJ ബാബ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി 5 IIT started between 1954 and 1964. 1954നും 64നും ഇടയ്ക്കായി ഇന്ത്യയിൽ 5 IIT-കൾ സ്ഥാപിച്ചു. IIT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. വലിയ വലിയ ബുദ്ധിയും ഉള്ള ആൾക്കാരൊക്കെയാണ് അവിടെ പഠിക്കാറ്. ജാം എഴുതി പാസ്സാവുന്ന ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യാറ്, IIT-ൽ പഠിക്കാറ്. ഈ IIT-ൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്താണ്, ജോലി ഉറപ്പാണ് അല്ലേ. IIT പഠിക്കാനുള്ള എല്ലാവർക്കും ജോലി ഉറപ്പാണ്. ജോലി കിട്ടുന്നതാണ് വലിയ വലിയ കമ്പനികളിലാണ്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളാണ്, ബഹുരാഷ്ട്ര കുത്തക കമ്പനികളാണ് ജോലി കിട്ടുക. അപ്പോ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ജോലിക്ക് എടുക്കുമ്പോൾ അത്രയും ബുദ്ധിയുള്ള ആൾക്കാരെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അത്രയും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനായി ഇന്ത്യയിൽ എന്ത് സ്ഥാപിച്ചു, IIT സ്ഥാപിച്ചു. ഇന്ത്യയിൽ എന്ത് സ്ഥാപിച്ചാ, IIT സ്ഥാപിച്ചു. ആ IIT സ്ഥാപിക്കുന്നത് എപ്പോഴാണ്, 1954നും 1964നും ഇടയ്ക്കാണ്. 1954നും 1964നും ഇടയ്ക്കാണ്. അത് മാത്രമല്ല ഇന്ത്യ മെഡിക്കൽ സയൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത് സയൻസ് പോലുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഇതിൽ കൂടുതൽ മേഖലകൾ കാണാം. ചുരുങ്ങിയത് ഇത്രയും പഠിച്ചാൽ മതി, മാർക്ക് എന്തായാലും വീഴും. അപ്പോൾ ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്ക് സെക്യൂർഡ് ആണ്. നിങ്ങൾ 6 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തേക്കാം, ഇതും കൂടി അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പാരാവാരം പോലെ കാണുമ്പോൾ നിങ്ങൾ കണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു നോട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, ഇതനുസരിച്ച് അടയാളപ്പെടുത്തി പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി പഠിച്ചാൽ മതി. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേടാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന്റെ മലയാളം നോട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യുക, മലയാളം മീഡിയം നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തതാണ് ലിസ്റ്റ് ഔട്ട് എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് സൈൻഡ് ബൈ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ ഏതെങ്കിലും 4 തത്വങ്ങൾ. നമ്മൾ നേരത്തെ പഞ്ചശീല തത്വങ്ങൾ ഏതെങ്കിലും 2 പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയും ചൈനയും പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഒപ്പുവെച്ചു. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് ഒപ്പുവെച്ചത്. ഇനി അതിലെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇതൊരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. 4 മാർക്കിന്റെ ചോദ്യമായിട്ട് ഇവിടെ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, പ്രതീക്ഷിക്കണം. ഒന്നാമതാണ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റി. എന്താണ്, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കണം. ഇരു രാജ്യങ്ങളും രാജ്യത്തിന്റെ അതിർത്തികളും ഒരു രാജ്യം മറ്റേ രാജ്യത്തിന്റെ പരമാധികാരവും പരസ്പരം എന്ത് ചെയ്യണം, അംഗീകരിക്കണം. മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം എന്ത് ചെയ്യാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. ഒരു കാര്യമില്ലാതെ ഇന്ത്യ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ ചൈന ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ ഇടപെടാൻ പാടില്ല. ഓക്കെ, ചൈനക്കകത്ത് പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും, അതിൽ ഇന്ത്യ ഇടപെടേണ്ട കാര്യമില്ല. ഇന്ത്യക്കകത്ത് പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും, അതിൽ ചൈനയും എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഇടപെടാൻ നിൽക്കണ്ട. പരസ്പരം ഒരു കാര്യങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇനി ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. എന്താ, പരസ്പരം സഹകരിച്ച് സഹായത്തോടെ മുന്നോട്ടേക്ക് പോവുക. 2 പേർക്കും ഗുണമുള്ള കാര്യങ്ങളിൽ പരസ്പര സഹായവും സഹകരണവും പുലർത്തി മുന്നോട്ടേക്ക് പോവുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ഒരാളെയും വെറുതെ പോയി ആക്രമിക്കാതിരിക്കുക, പരസ്പരം ഇന്ത്യയും ചൈനയും ആക്രമിക്കാതെ സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ മുന്നോട്ടേക്ക് പോവാന്നുള്ളതും എന്തിലെ പ്രിൻസിപ്പിൾ ആണ്, പഞ്ചശീല തത്വങ്ങളിലെ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ പഞ്ചശീല തത്വങ്ങള് എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കണം. വളരെ സിമ്പിൾ ആണ് അതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാ. അപ്പൊ അത് എന്ത് ചെയ്തേക്കാം മക്കളെ, അങ്ങോട്ട് എന്ത് ചെയ്തേക്കാം, നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തതാണ് ലിസ്റ്റ് ഔട്ട് അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത്. അപ്പോ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചത് ബഹിരാകാശ ഗവേഷണ രംഗത്ത്? നമുക്കറിയാം 1962 നെഹ്റു വിക്രം സാരാഭായുടെ ഉപദേശപ്രകാരം എന്ത് രൂപീകരിച്ചു? ഇന്ത്യൻ
നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ. നമ്മുടെ സ്പേസ് റിസർച്ചിന് വേണ്ടി ആദ്യം രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. അത് രൂപീകരിച്ചത് 1962 അത് നെഹ്റു ആണ് രൂപീകരിച്ചത്. നെഹ്റുവിനോട് അത് രൂപീകരിക്കാൻ പറഞ്ഞത് വിക്രം സാരാഭായ് ആണ്. ആരാടാ? വിക്രം സാരാഭായ് ആണ്. അങ്ങനെ 7 വർഷത്തിനു ശേഷം 1969 നമ്മൾ ഇന്ന് വിളിക്കുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO രൂപീകൃതമായി. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO 1969 രൂപീകൃതമായി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം രൂപീകരിച്ചത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്നെല്ലാം ബാംഗ്ലൂരിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണെങ്കിൽ പണ്ട് തിരുവനന്തപുരത്തെ തുമ്പയിൽ വെച്ചിട്ടായിരുന്നു. തിരുവനന്തപുരത്തെ തുമ്പയിൽ വെച്ചിട്ടായിരുന്നു എന്ത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഒരുക്കിയിരുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റ് 1975 വിക്ഷേപിച്ചത്. ആ സാറ്റലൈറ്റിന്റെ പേരാണ് മക്കളെ ആര്യഭട്ട. ഇന്ത്യ ആദ്യമായി സക്സസ്ഫുൾ ആയി വിക്ഷേപിച്ച ആദ്യ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന 2 ഏജൻസികളുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും. എന്തൊക്കെയാടാ? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമാണ് ഇന്ത്യ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്ന 2 ഏജൻസികൾ. ഇനി ഇന്ത്യ മിസൈൽ ടെക്നോളജിയിലും വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ സ്വന്തമായിട്ട് മിസൈൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉണ്ടാക്കിയ മിസൈലുകളാണ് അഗ്നിയും പൃഥ്വിയും. ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കിയ 2 മിസൈലുകളാണ് അഗ്നിയും പൃഥ്വിയും. ഇനി ആണവോർജ മേഖലയിൽ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഡോക്ടർ രാജാ രാമണ്ണയും ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ്. ഇനി ആണവോർജ മേഖലയിൽ ഇന്ത്യയിലെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാടാ? ഡോക്ടർ രാജാ രാമണ്ണയും ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ്. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി വലുതാക്കി എഴുതാം. കുറച്ചും കൂടി മസാലയൊക്കെ ചേർത്ത് വലുതാക്കി എഴുതാം. അതിന് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? മംഗൾയാനെ പറ്റിയും ചന്ദ്രയാൻ 1 പറ്റിയും ചന്ദ്രയാൻ 3 പറ്റിയൊക്കെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അതുപോലെ ആദിത്യ L1, ഗഗൻയാൻ പോലുള്ള മിഷൻസ് ഒക്കെ ഉണ്ട് ISROന്റെ. അപ്പോ ഇത്തരം മിഷൻസിനെ പറ്റി കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? അതങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും 1-2 പോയിന്റ് മിസ്സായാലും ഇത്തരം അഡീഷണൽ ആയിട്ട് പോയിന്റ് എഴുതുന്നുണ്ട് ടീച്ചർമാർ നിങ്ങൾക്ക് മാർക്ക് തരും. ഒരാളും അതിന്റെ പേരിൽ മാർക്ക് കളയൊന്നുമില്ല, എക്സ്ട്രാ മാർക്ക് തരും. നിങ്ങൾ എഴുതിയ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ സ്പേസ് റിസർച്ച് വന്നാൽ എപ്പോഴും ലോട്ടറിയാണ്. നമുക്കറിയാവുന്ന കുറച്ച് മിഷൻസ് ഉണ്ട് ISROയുടെ. ആ മിഷൻസ് അടിച്ചേച്ച് എഴുതി വെച്ചോളാം. ഗ്യാസ് പോലെ അത് അങ്ങനെ അടിച്ചേച്ച് എന്ത് ചെയ്തോളാം? എഴുതി വെച്ചോളാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പുറത്തേക്ക് പോവാം. ഇതതിന്റെ മലയാളമാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. അത് നമ്മൾ നോക്കി വെക്കണം. നോക്കാം, രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഉണ്ട്, കോത്താരി കമ്മീഷൻ ഉണ്ട്. അപ്പോ ആദ്യം വന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് 1948. രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നത് എപ്പോഴാണ്? 1948 ഏത് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തിനു വേണ്ടി വന്നതാണ്? സർവകലാശാല വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റി പഠിക്കാൻ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ വന്നൊരു കമ്മീഷനാണ് ഏത്? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഏത് കമ്മീഷനാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അവരുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണ്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണ്? ഒന്ന്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനം അഥവാ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കാനായിരുന്നു അവർ ആദ്യമായി പറഞ്ഞത്. രണ്ടാമത്തത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഗിവ് എംഫസിസ് ടു വുമൺ എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകാനും ആരാവശ്യപ്പെട്ടു? രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 വന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പിന്നീട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. എല്ലാ സർവകലാശാലകളെയും നിയന്ത്രിക്കാൻ UGC രൂപീകരിക്കാനും ആരാവശ്യപ്പെട്ടു? രാധാകൃഷ്ണൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ട? രാധാകൃഷ്ണൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അപ്പോ ആദ്യത്തെ 3 പോയിന്റ് എന്ന് പറയുന്നത് മക്കളെ നോക്കി വെക്കാം. അത് രാധാകൃഷ്ണൻ കമ്മീഷന്റെ പോയിന്റ്സ് ആണ്. ആദ്യത്തെ 3 പോയിന്റ് മക്കളെ രാധാകൃഷ്ണൻ കമ്മീഷന്റേതാണ്. ഓക്കെ, അടുത്തതാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഈ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ് മക്കളെ ഏത്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952. ഏത് വർഷോടാ? 1952 വന്നതാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ.
അവിടെ എന്തൊക്കെയായിരുന്നു അവരുടെ പദ്ധതികൾ, ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, 3 ലാംഗ്വേജ് ഫോർമുല. ഇന്ന് നമ്മൾ സ്കൂളിലൊക്കെ 3 ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പഠിക്കുന്നുണ്ട്, സംസ്കൃതം പഠിക്കുന്നവരുണ്ട്, അറബിക് പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ 3 ഭാഷകൾ പഠിപ്പിക്കണം. ത്രിഭാഷാ പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കാൻ പറഞ്ഞത് ഏത് കമ്മീഷനാടാ? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഏത് കമ്മീഷനാടാ? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇനി സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. ഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി തല വിദ്യാഭ്യാസത്തെ സെപ്പറേറ്റ് കമ്മീഷനായി രൂപീകരിക്കണം എന്ന് പറഞ്ഞത് ആരാ? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഇനി വിവിധോദ്ദേശ സ്കൂൾ, മൾട്ടിപർപ്പസ് സ്കൂൾ. ഓക്കെ, വിദ്യാഭ്യാസത്തിന് മാത്രം മുൻതൂക്കം നൽകാതെ ചില സ്കൂളുകൾ കണ്ടില്ലേ സ്പോർട്സിന് കൂടി മുൻതൂക്കം നൽകും, ചില സ്കൂളുകളാണെങ്കിൽ ആർട്സിന് മുൻതൂക്കം നൽകും. അങ്ങനെ വിവിധോദ്ദേശ സ്കൂളുകൾ ആരംഭിക്കണം. ഇപ്പോൾ നമ്മൾ എന്താണ് സ്പോർട്സിന് മുൻതൂക്കം നൽകുന്ന സ്കൂളുകൾ കണ്ടിട്ടുണ്ട്. രാവിലെ മുതൽ സ്പോർട്സും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ ആർട്സിന് മുൻതൂക്കം നൽകി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ആർട്സ് രാവിലെ തന്നെ എന്താണ് കലാകാര്യങ്ങളൊക്കെ പ്രാക്ടീസ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ ഇത്തരത്തില് വിവിധോദ്ദേശ സ്കൂളുകൾ ആരംഭിക്കുക. പഠിപ്പിക്കാൻ മാത്രമല്ലാതെ കുട്ടികളെ മറ്റ് വാസനകൾ, മറ്റ് സ്കില്ലുകൾ വളർത്തുന്ന വിവിധോദ്ദേശ സ്കൂളുകൾ ആരംഭിക്കാൻ പറഞ്ഞത് ആരാ? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ആരാണ് മക്കളെ? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അവസാനത്തത് ഫോം എ കൗൺസിൽ ഫോർ ടീച്ചർ ട്രെയിനിങ്. ടീച്ചർമാർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്ന ഒരു സമിതി രൂപീകരിക്കുക. ടീച്ചർമാർക്ക് പരിശീലനം നൽകുന്ന ഒരു സമിതി രൂപീകരിക്കുക. നിങ്ങൾ കേട്ടോ ഡയറ്റ് പോലുള്ള സമിതികൾ ടീച്ചർമാർക്ക് വേണ്ട പരിശീലനം കൊടുക്കാനുള്ള സമിതികളാണ്. അപ്പോൾ ഇത്തരം ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, ടീച്ചർമാർക്ക് ക്ലസ്റ്റർ ക്ലാസ് കൊടുക്കുന്ന സമിതികൾ രൂപീകരിക്കാൻ പറഞ്ഞതും ആരാ? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അപ്പോ അതും കൂടി അങ്ങോട്ട് നോക്കി വെക്കുക. ഈ 4 പോയിന്റ് ആണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ. ഈ 4 പോയിന്റ് ആണ് മക്കളെ ഏത്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റേതായിട്ട് ഉള്ളത്. അവസാനത്തതാണ് കോത്താരി കമ്മീഷൻ 1964. ഏത് വർഷോടാ? 1964 കോത്താരി കമ്മീഷൻ. എന്തായിരുന്നു? നാഷണൽ പാറ്റേൺ, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃക രൂപീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃക രൂപീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കമ്മീഷനാ കോത്താരി കമ്മീഷൻ. അങ്ങനെയാണ് കോത്താരി കമ്മീഷൻ കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആണ് 10+2+3 പാറ്റേൺ. ഏതാടാ? 10+2+3 പാറ്റേൺ. SSLC വരെയും ഒരു ഡിപ്പാർട്ട്മെന്റ്, +1+2 വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഡിഗ്രി വേറൊരു ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 10+2+3 വിദ്യാഭ്യാസ മാതൃക ഉണ്ടെന്നത് ആരാ? കോത്താരി കമ്മീഷൻ. ആരാടാ? കോത്താരി കമ്മീഷൻ. ഇനി സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ലെവലിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങാൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങാം. ITI പോലുള്ള, അല്ലെങ്കിൽ IITI അല്ലെങ്കിൽ ഇതുപോലെ JTSന്റെ സ്കൂളുകൾ പോലുള്ള സെക്കൻഡറി തലങ്ങളിൽ വിദ്യാഭ്യാസം നൽകാനായി പോളിടെക്നിക് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞത് ആരാ? കോത്താരി കമ്മീഷനാണ്. അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ, വായി തോന്നിയത് പഠിപ്പിക്കാതെ മൂല്യാധിഷ്ഠിതം, കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തിൽ സർഗാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, വാല്യൂ എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകുക എന്നാവശ്യപ്പെട്ടത് ഏത് കമ്മീഷനാടാ? കോത്താരി കമ്മീഷനാണ്. ഏത് കമ്മീഷനാണ് മക്കളെ? കോത്താരി കമ്മീഷനാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ. അടുത്തതാണ് മക്കളെ വളരെ പ്രധാനപ്പെട്ടത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. അടുത്തൊരു 6 മാർക്കിന്റെ ചോദ്യമാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമുക്കറിയാം, ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അവർക്ക് 2 ഓപ്ഷൻ നൽകി. ഒന്നില്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരണം, അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ട് നിന്നുകൊള്ളാം. ഓക്കെ, ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് ഇന്ത്യയിൽ ചേരണമെങ്കിൽ ഇന്ത്യയിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരണമെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ ഈ 2 രാജ്യങ്ങളും ചേരാതെ സെപ്പറേറ്റ് ഒരു രാഷ്ട്രമായി തന്നെ നിലനിന്നോളാൻ പറഞ്ഞു. അപ്പോ നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം ഏൽപ്പിച്ചത് അന്നത്തെ മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. സംസ്ഥാനങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാൻ അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഓക്കെ, പട്ടേല് ആളെ സഹായിക്കാനായി പട്ടേലിന്റെ വകുപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി VP മേനോൻ എന്ന മലയാളിയെ നിയമിക്കുന്നു. പട്ടേൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ സഹായിക്കാനായി അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ സെക്രട്ടറിയായി മലയാളിയായിട്ടുള്ള VP മേനോനെ നിയമിക്കുന്നു. അങ്ങനെ പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയതാടാ എന്ത്? ഇൻസ്ട്രുമെന്റ് ഓഫ് ആസഷൻ അഥവാ ലയനക്കരാറ്. പട്ടേലും VP മേനോനും മക്കളെ ചേർന്ന് തയ്യാറാക്കിയതാണ് എന്ത്? ഇൻസ്ട്രുമെന്റ് ഓഫ് ആസഷൻ അഥവാ ലയനക്കരാറ്. ലയനക്കരാർ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാ. എന്താ? ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ പറഞ്ഞ വകുപ്പുകൾ എന്താണ്? സൈനിക കാര്യം, വിദേശകാര്യം,
വാർത്താവിനിമയം. ഇതിന്റെ മൂന്നിന്റെയും ഉത്തരവാദിത്തം നാട്ടുരാജ്യങ്ങൾ ആർക്ക് കൈമാറണം? ഇന്ത്യൻ സർക്കാരിന് കൈമാറണം. ഇന്ത്യൻ സർക്കാരിന് കൈമാറി അവർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകണം, ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറണം. അതായിരുന്നു ലയനക്കരാറിൽ പറഞ്ഞിരുന്നത്. ഈ ലയനക്കരാറിൽ ഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും അംഗീകരിച്ചു. മെജോറിറ്റി ഓഫ് ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് സൈൻഡ് ആൻഡ് ജോയിൻഡ് ഇന്ത്യൻ യൂണിയൻ. ഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ഈ ലയനക്കരാർ അംഗീകരിക്കുകയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുകയും ചെയ്തു. എന്നാൽ ചില രാജ്യങ്ങളായ ഹൈദരാബാദ്, കാശ്മീർ, ജുനഡ്ഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, ജുനഡ്ഗഡ് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തടാ? ഇതിൽ ചേരാൻ, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച രാജ്യങ്ങളാണ് ഏതൊക്കെ? ഹൈദരാബാദ് ഉണ്ട്, കാശ്മീർ ഉണ്ട്, ജുനഡ്ഗഡ് ഉണ്ട്. അങ്ങനെ അവസാനം അവരെയും ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തത് എങ്ങനെയാ? കൺസീലിയേഷൻ ടോക്സിലൂടെയും മിലിറ്ററി ആക്ഷൻസിലൂടെയും, സൈനിക നടപടികളിലൂടെയും അതുപോലെ തന്നെ അനുരഞ്ജന ചർച്ചകളിലൂടെയും ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തടാ? ഇന്ത്യൻ യൂണിയനിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്. ഇതൊരു 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? എന്തായാലും നിങ്ങൾ പഠിക്കണം. ഇതെന്തായാലും മക്കളെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു ക്വസ്റ്റ്യൻ, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. നിർബന്ധമായിട്ട് മക്കളെ അത് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്കിനി പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡുകൾ നോക്കാം. നമ്മൾ വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ സ്വീകരിച്ച എക്കണോമിക് സിസ്റ്റം ആണ് എന്ത്? മിക്സഡ് എക്കണോമിക് സിസ്റ്റം. ഇന്ത്യ സ്വീകരിച്ച എക്കണോമിക് സിസ്റ്റം ആണ് മക്കളെ എന്ത്? മിക്സഡ് എക്കണോമിക് സിസ്റ്റം അഥവാ മിശ്ര സാമ്പത്തിക വ്യവസ്ഥ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ല, സോഷ്യലിസ്റ്റ് എക്കണോമി അല്ല. ഇതിന്റെ രണ്ടിന്റെ പോസിറ്റീവ്സ് ഉൾക്കൊണ്ടുകൊണ്ട് മിക്സഡ് എക്കോണമി സ്വീകരിച്ചു അഥവാ മിശ്ര സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ചു. ഇനി അതിലൂടെ പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഓക്കെ, ഇനി ഇന്ത്യ എക്കണോമിക് പ്ലാനിംഗ് എന്ന ആശയം എവിടെന്നാ കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത്. എവിടെന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. എക്കണോമിക് പ്ലാനിംഗ് അഥവാ സാമ്പത്തിക ആസൂത്രണം എന്ന പദ്ധതി ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തുനിന്നാ? സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് എന്നാടാ? 1950. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് എന്നാടാ മക്കളെ? 1950. ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ആരുടെ നേതൃത്വത്തിലാടാ? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതിന്റെ വർഷം 1950 ആണ്. ഇനി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി, 5 ഇയർ പ്ലാൻ ആരംഭിക്കുന്നത് 1951. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ചീഫ് ആർക്കിടെക്ചർ ജവഹർലാൽ നെഹ്റു ആണ്, മുഖ്യശില്പി. ഇന്ത്യൻ വിദേശ നയങ്ങളുടെ മുഖ്യശില്പി മക്കളെ ആരാടാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി ആരാടാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഫ്രാൻസും പോർച്ചുഗലും ഇന്ത്യയിലെ കുറച്ച് ഭാഗങ്ങൾ കൈയടക്കി വെച്ചിരുന്നു. ആ സ്ഥലങ്ങൾ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത വർഷങ്ങളും ഏതൊക്കെ സ്ഥലങ്ങളാണ്, ആരാണ് കൈയടക്കി വെച്ചിരുന്നതെന്നും പഠിക്കണം. ചിലപ്പോൾ മാത്സ് 1 വേർഡ് ആയിട്ട് ചോദിക്കാം. നോക്കിയേ, ഫ്രാൻസ് കൈയടക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹിയാനം. ഈ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തത് എന്നാ? 1954. പോർച്ചുഗലുകാർ കൈയടക്കി വെച്ചിരുന്നത് ഏതൊക്കെയാ? ഗോവ, ദാമൻ, ദ്വീപ്. ഇത് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തത് എന്നാ? 1961. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇത് വിട്ടുകളയാൻ പാടില്ല. ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കരുത്. വളരെ 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 സിമ്പിൾ ആണ്. കുറച്ച് കാര്യങ്ങൾ ഇത്തരത്തിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അത്ര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്യുക? ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് ചെറുതാക്കണമെങ്കിൽ, ഷോർട്ട് ആക്കണമെങ്കിൽ ഇവിടെ നോക്കി എന്ത് ചെയ്യുക? ഷോർട്ട് ആക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ കുറെ കാണാം, അത്രയൊന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് പിടിച്ചാൽ മാത്രം മതി. ഇപ്പൊ എന്ത് ചെയ്യാൻ മതി? ഇവർ തന്നേക്കുന്നത് ഷോർട്ട് ആക്കി എഴുതിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും? സ്കൂളിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇത്ര എഴുതിയാൽ തന്നെ ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.